ചെറിയ വരുമാനം കൊണ്ട് തന്നെ സന്തുഷ്ടമായ ജീവിതം നയിച്ചു പോന്നിരുന്ന ആളാണ് ഇവാൻ ദമിത്രേജ്. വർഷാവസാനം തനിക്ക് ലഭിക്കുന്ന 1200 റൂബിൾ കൊണ്ട് അദ്ദേഹം വളരെ സംതൃപ്തനായിരുന്നു. അന്നും പതിവ് പോലെ ഭക്ഷണത്തിനു ശേഷം അദ്ദേഹം പത്രവായനയിൽ മുഴുകി. ഓ, ഞാനും ഉണ്ട്, പത്രം വായിക്കാൻ ഞാൻ ഇന്ന് മറന്നുപോയി എന്ന് പറഞ്ഞ് ഭാര്യയും അദ്ദേഹത്തെ സമീപിച്ചു. പുരികം തെല്ലുയർത്തി അവൾ ഇവാനോട് പറഞ്ഞു, അതെ, നിങ്ങൾ ആ ലോട്ടറി ഫലം അവിടെ ഉണ്ടോന്ന് നോക്കൂ. അയാൾ മറുപടി പറഞ്ഞു, ഇതാ ഇവിടെയുണ്ട്. പിന്നെ നിന്റെ ലോട്ടറി ടിക്കറ്റിന്റെ ഫലം ഇന്നു തന്നെ അല്ലേ? അതെ, ഞാനത് ചൊവ്വാഴ്ച എടുത്തതാണ്. എങ്കിൽ നമ്പറും സീരീസും എത്രയാണെന്ന് പറ, ഇവാൻ അക്ഷമയോടെ ചോദിച്ചു. സീരീസ് 9499, നമ്പർ 26. ആ, നോക്കട്ടെ, ഇവാൻ ഭാര്യയോട് പറഞ്ഞു. എന്നിട്ട് ഭാര്യ പറഞ്ഞു തന്ന നമ്പർ മനസ്സിൽ ഉറപ്പിച്ച് ഫലം തിരയുവാൻ ആരംഭിച്ചു. ഇവാന് ലോട്ടറിയിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ പത്രം തന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം അതിൽ കണ്ണുകൾ പരതി. പത്രത്തിലെ നമ്പരുകൾ നിരന്നു കിടക്കുന്ന നിരയിലൂടെ അദ്ദേഹം വിരലുകൾ ഓടിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾ മുകളിലെ 2ാമത്തെ നിരയിലെ ആദ്യ സീരീസിൽ ഉടക്കി. അതെ, 9499. അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ നമ്പർ നോക്കാതെ പത്രം നിലത്തേക്കിട്ടു. പെട്ടെന്ന് ആരോ തന്റെ തലയിൽ തണുത്ത വെള്ളം കോരി ഒഴിക്കുന്നതായും അടിവയർ തണുക്കുന്നതായും അയാൾക്ക് അനുഭവപ്പെട്ടു. ഇതുവരെ പറഞ്ഞറിയിക്കാനാവാത്ത ഒരനുഭവമായിരുന്നു അത്. മാഷ, 9499 ഇവിടെയുണ്ട്, വളരെ ഉച്ചത്തിൽ അയാൾ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ മാഷ അടുക്കളയിൽ നിന്ന് ഓടി വരികയും അത്ഭുതത്തോടെയും ഭീതിയോടെയും നിൽക്കുന്ന ഇവാനെ കണ്ട് ഇത് തമാശയല്ലെന്ന് അവൾക്ക് മനസ്സിലായി. 9499 തന്നെ അല്ലേ? അതെ മാഷ, അതേ നമ്പർ തന്നെ. എങ്കിൽ ആ നമ്പർ ഒന്ന് നോക്കി ഉറപ്പുവരുത്തൂ. മാഷയുടെ ക്ഷമ കെട്ടു. നീ ഇങ്ങനെ ധൃതി കാട്ടാതെ, നമ്പർ അവിടെ തന്നെയുണ്ട്. ഭാര്യയുടെ തിടുക്കം കണ്ട് അയാൾ വിശാലമായൊന്ന് ചിരിച്ചു. അതുകണ്ട് മാഷയും. അയാൾ ടിക്കറ്റ് സീരീസ് മാത്രമേ പറഞ്ഞുള്ളൂ. എങ്കിലും മാഷയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഒരു തരത്തിൽ ഒരു വലിയ ഭാഗ്യത്തെക്കുറിച്ച് പ്രതീക്ഷകൾ നൽകി. അതേക്കുറിച്ച് ഓർത്തിരിക്കാൻ, അതിന്റെ സന്തോഷത്തിൽ ആറാടാൻ അവർ രണ്ടുപേരും കൊതിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, സീരീസ് നമ്മുടെ ടിക്കറ്റിൻ്റെത് തന്നെയാണ്. പക്ഷേ നമ്മൾ ജയിക്കാനുള്ള ഒരു ചെറിയ സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. ഒരു ചെറിയ സാധ്യത, അയാൾ പറഞ്ഞു. എങ്കിൽ ആ നമ്പർ എത്രയാണെന്ന് നോക്കൂ, മാഷ ക്ഷമ കെട്ടവളെ പോലെ പറഞ്ഞു. അപ്പോൾ ഇവാൻ പറഞ്ഞു, നീ ഒന്ന് ക്ഷമിക്കൂ. അടിച്ചില്ലെങ്കിൽ നമുക്ക് ദുഃഖിച്ചിരിക്കാൻ ധാരാളം സമയമുണ്ട്. ഇപ്പോൾ പ്രതീക്ഷയുടെ സ്വപ്ന ചിറകിലേറി സഞ്ചരിക്കാനുള്ള സമയമാണ്. അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. 2ാമത്തെ നിരയിലാണ് സീരീസ്. 75,000 റൂബിളാണ് സമ്മാനത്തുക. ഭാര്യയും ഭർത്താവും പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങി. ജയിക്കാനുള്ള ഒരു ചെറിയ സാധ്യത പോലും യഥാർത്ഥത്തിൽ അവരെ പരിഭ്രാന്തരാക്കി. മറ്റൊന്നും അവർക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. 1ാം സമ്മാനമായ 75,000 ഒഴിച്ച് സീരീസ് 9499, 1ാം സമ്മാനം അവരെ സ്വപ്നലോകത്തേക്ക് എത്തിച്ചു. പത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇവാൻ മുക്കിലും മൂലയിലും നടക്കാൻ തുടങ്ങി. എന്നിട്ട് ഭാര്യയോട് ഇപ്രകാരം പറഞ്ഞു, മാഷ, 1ാം സമ്മാനം അടിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. ഒരു വലിയ മാറ്റമാവും അത്. നിന്റെ ടിക്കറ്റാണിത്. എന്റെ ടിക്കറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ 25,000 റൂബിൾ കൊണ്ട് ഒരു വലിയ എസ്റ്റേറ്റ് വാങ്ങും. 10,000 റൂബിൾ കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് ചിലവാക്കും. പിന്നെ യാത്രകൾ. അതാണ് എന്റെ ആഗ്രഹം. അതെ, എസ്റ്റേറ്റ് വാങ്ങിക്കുന്നത് നന്നായിരിക്കും, മാഷ മറുപടി പറഞ്ഞു. അവളും മോഹന സ്വപ്നങ്ങളിൽ നിന്ന് വിമുക്തയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഇവാൻ തന്റെ ചിന്തകളിൽ മുഴുകി. നദിക്കരയിലെ വലിയ പൂന്തോട്ടത്തിലിരുന്ന് ഒരു വലിയ ഗ്ലാസ് വോഡ്കയ്ക്കൊപ്പം ഉപ്പിലിട്ട വിഭവങ്ങളും അയാൾ നുണഞ്ഞു. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്. അയാൾ സ്വപ്നം കാണാൻ നിർത്തി ഭാര്യയെ നോക്കി. എനിക്ക് വിദേശത്തേക്ക് പോകണമെന്നുണ്ട് മാഷ, അയാൾ ഭാര്യയോട് പറഞ്ഞു. തെക്കൻ ഫ്രാൻസിലേക്കോ ഇറ്റലിയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ പോകണം. ഒരു വിനോദയാത്ര നടത്തിയാൽ എത്ര സുഖകരമായ അനുഭവമായിരിക്കും. എനിക്കും ഒരു വിദേശയാത്രയ്ക്ക് പോകണമെന്നുണ്ട്, മാഷയും പറഞ്ഞു.
ഇവാൻ ചിന്തിച്ചു. എന്തിനാണ് ഇവൾ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് ആരെയും കൂടെ കൂട്ടാൻ ആഗ്രഹമില്ല. ഇവളെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് തീരെ താല്പര്യവുമില്ല. കാരണം യാത്രയുടെ ഒരു സന്തോഷവും എനിക്കുണ്ടാവില്ല. യാത്ര തീരെ ആസ്വദിക്കാനും കഴിയില്ല. കാരണം നിസാര കാര്യങ്ങളിൽ വഴക്കു പറഞ്ഞ് അവൾ യാത്രയുടെ സുഖം കെടുത്തും. പിന്നെ കുട്ടികളെ കുറിച്ചല്ലാതെ മറ്റൊന്നും അവൾക്ക് ശ്രദ്ധിക്കാൻ സമയവും ഉണ്ടാവില്ല. വലിയ യാത്രാ ബാഗുകളും ബാസ്ക്കറ്റുമായി മാഷിയോടൊപ്പമുള്ള യാത്ര വളരെ അരോചകരമായിരിക്കും. കൂടാതെ തിളപ്പിച്ച വെള്ളത്തിനും ഭക്ഷണത്തിനും ഞാൻ നെട്ടോട്ടം ഓടേണ്ടിയും വരും, അയാൾ ചിന്തിച്ചു. എന്നിട്ട് ഭാര്യയെ നോക്കി. അയാൾ മനസ്സിൽ ഇപ്രകാരം പറയുകയും ചെയ്തു. വാസ്തവത്തിൽ എന്തിനാണ് നീ വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? മിക്കവാറും ഇവൾ ഹോട്ടലിൽ അടച്ചിരിക്കും. എന്നെ ഒന്ന് പുറത്തു പോകാൻ പോലും അനുവദിക്കില്ല. എന്തൊരു വിഡ്ഢിത്തമാണത്. കൂടെ വന്നാലോ ഞാൻ അവളെ തീർച്ചയായും ആശ്രയിക്കേണ്ടും വരും. ഒരു ചില്ലിക്കാശു പോലും ചിലവാക്കുകയുമില്ല. പിന്നെ ഞാൻ അവളോട് യാചിക്കേണ്ടി വരും. ഞാൻ എടുക്കാതിരിക്കാൻ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്യും. പിന്നീട് ഇവാൻ അവളുടെ ബന്ധുക്കളെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അവൾക്ക് കുറെ വിഡ്ഢികളായ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. പിന്നെ കുറെ അമ്മാവന്മാരും അമ്മായിമാരും. ലോട്ടറി അടിച്ചെന്ന് കേട്ടാൽ അവർ ഉടനെ ഓടിയെത്തും. പിച്ചക്കാരെ പോലെ പൈസയ്ക്ക് യാചിക്കും. ഇവാന് ദേഷ്യം വരാൻ തുടങ്ങി. കപടമായ ചിരി ചിരിച്ച് കുശലാന്വേഷണം നടത്തി അവർ അവളെ കയ്യിലെടുക്കും. എന്തു കൊടുത്താലും അവർക്ക് തൃപ്തിയാവില്ല. കൊടുക്കാതിരുന്നാലോ ശപിക്കാനും തുടങ്ങും. ഇവാന് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി. ഇവാൻ തന്റെ ബന്ധുക്കളെയും കുറിച്ചോർത്തു. അവരും വിഷജന്തുക്കളാണ്. ഒടുവിൽ പകയോടെ മാഷയെ തുറിച്ചു നോക്കി. ചിലപ്പോൾ ലോട്ടറി അടിച്ചാൽ അവൾ എനിക്ക് 100 റൂബിൾ തരും. ബാക്കിയെല്ലാം ലോക്കറിൽ പൂട്ടിവെക്കും. അയാൾ മാഷയെ നോക്കി. പഴയ ചിരി അയാളിൽ കണ്ടതേയില്ല. മാഷയും തന്റെ സ്വപ്നങ്ങളിലായിരുന്നു. തന്റേതായ പദവികൾ. ഭർത്താവിന്റെ മനസ്സിൽ എന്താണെന്ന് അവൾ ഊഹിച്ചു. ലോട്ടറി അടിച്ചാൽ ഇയാളെല്ലാം എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും. ഇവാൻ അവളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. മറ്റുള്ളവരുടെ ചിലവിൽ സ്വപ്നം കാണാൻ നാണമില്ലേ എന്നായിരിക്കും അവൾ ആലോചിക്കുന്നത് എന്നയാൾ മനസ്സിലാക്കി. രണ്ടുപേരുടെയും മനസ്സിൽ ദേഷ്യവും പകയും നുരഞ്ഞു പൊന്താൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ഒരു വിജയിയെ പോലെ ഇവാൻ പറഞ്ഞു, സീരീസ് 9499, നമ്പർ 46 ആണ്, 26 അല്ല. അവരുടെ ആകാശ കൊട്ടാരങ്ങൾ പെട്ടെന്ന് തന്നെ തകർന്നടിഞ്ഞു. ദേഷ്യവും വെറുപ്പും പകയും എല്ലാം എരിഞ്ഞടങ്ങി. തങ്ങളുടെ ചെറിയ മുറിയിൽ ഇരിക്കുകയാണെന്ന ബോധ്യത്തിലേക്ക് അവർ തിരിച്ചു വന്നു. അന്ന് രാത്രിയിലെ അത്താഴം അത്ര രുചികരമായിരുന്നില്ല. മനസ്സിൽ എന്തോ ഒന്ന് ദഹിക്കാതെ കിടക്കുന്നത് പോലെ.